എന്റെ 3 പേരും ജ്യേഷ്ഠന്മാരാണ്. ഞാൻ വീട്ടിൽ ഇരുന്ന് ജനൻ TV കാണായിരുന്നു. നിങ്ങൾ രണ്ടുപേരും സംസാരം കേട്ട് എല്ലാവരും ഞങ്ങളെ സഹായിച്ച്. ചോദ്യമല്ല, ഞാനൊരു പറയാം. നിങ്ങൾ 3 പേരും പാർട്ടിക്കാരെല്ലാം സഹായിച്ച്. മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് വിഷമായിപ്പോയി. അറിയാമെന്നാ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ്റെ ബന്ധുവാണ്. ആ മുഖ്യമന്ത്രിയെ ഇന്ന് കേരളാമതി പത്രമാണ്, ഞാൻ ദേശാഭിമാനി വായിച്ചിട്ട് പറയില്ല, കേരളാമതി പത്രത്തിനകത്ത് എഴുതിയിട്ടുണ്ട് മുഖ്യമന്ത്രി ചെന്ന് കാണുകയാണ്. ആരെ? സിദ്ധാർത്ഥൻ്റെ അച്ഛൻ. ആ സിദ്ധാർത്ഥൻ്റെ അച്ഛനെ ഞാൻ പറയട്ടെ, പറഞ്ഞു തീരട്ടെ. സിദ്ധാർത്ഥൻ അച്ഛനോട് കൈയും കൂപ്പിയ ആ അപേക്ഷ വാങ്ങിച്ചിട്ട് പറഞ്ഞേ, ഞാൻ ഇന്ന് തന്നെ ഈ തീരുമാനം എടുത്തിരിക്കും. ആ തീരുമാനം കൊടുക്കുകയും ചെയ്ത് എൻ്റെ സത്യമായിട്ട് എൻ്റെ മക്കളെ 2 പേരെ അയച്ച അടുത്ത ആളാണ് തേക്കടയിലുള്ള. ശരി ശരി, ഈ ഫ്ലെക്സ് ബോർഡ് ഇവിടെ വെച്ചില്ലേ, നിങ്ങൾ വോട്ടിന് വേണ്ടിയല്ലേ വെച്ചത്? ഞങ്ങളെ കൊച്ചിനെ കൊന്നിട്ടേ നിങ്ങൾ ഈ ടൗൺ മൊത്തം 35 ബോർഡ് വെച്ചിട്ടുണ്ട്. അത് വിഷമല്ലേ? സിദ്ധാർത്ഥന്റെ അച്ഛനെ സഹായിക്കും കണക്ക് BJP-ക്കാർ ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നാണമില്ലേ? ശരി, CBI അന്വേഷണം വന്നല്ലോ. മറുപടിയുണ്ട്. ഈ പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ധാർത്ഥിന്റെ വളരെ ദാരുണമായ കൊലപാതകം, ആ ദാരുണമായ കൊലപാതകം 14-ാം തീയതി സിദ്ധാർത്ഥിനെ തട്ടിക്കൊണ്ടുപോയി 18-ാം തീയതി സിദ്ധാർത്ഥൻ മരിക്കുന്നത് വരെ അത് പോലീസ് ആദ്യം എടുത്ത കേസ് എന്താണ്? തൂങ്ങിമരണത്തിന്. അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ മറച്ചുവെച്ചു. കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും SFIയും CPM ഒഴികെ അതിനെതിരെ അതിശക്തമായ പ്രതികരണം നടത്തിയത് കൊണ്ട് മാത്രമാണ് ഈ സംഭവം പുറം ലോകം അറിഞ്ഞത്. അതിനനുസരിച്ച് ഇത് ഇലക്ഷന്റെ പീരീഡ് മുഖ്യമന്ത്രി ഇവിടെ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും ആ വീട്ടിൽ പോയി. ഞാൻ ചോദിക്കട്ടെ, പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോ, പ്രതികളെ മജിസ്ട്രേറ്റിന്റെ മുമ്പ് ഹാജരാക്കിയപ്പോ CPM-ന്റെ മുൻ വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശശീന്ദ്രൻ XMLA പ്രതികളോടൊപ്പം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയി. നിങ്ങൾ കാണുന്നില്ല ഇത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, കേരളത്തിലെ മാധ്യമങ്ങളോട് നന്ദി പറയണം. ഇതിനു മുമ്പ് അഡ്വക്കേറ്റ് തേക്കട അനിൽകുമാർ ഞങ്ങളോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. ഞങ്ങളാണ്